രേവതിക്കുട്ടി അങ്ങനെ അലീനയെ കാണാൻ വന്നിരിക്കുകയാണ്. ആ ഒരു വീഡിയോ നമ്മൾ ഇറ്റ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അങ്ങനെ രേവതിക്കുട്ടിയും അലീനയും അവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും. ഈ സമയം രേവതി പറയാണ്, സമയം എത്തിരായി, എങ്കിലും ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി. പോയിട്ട് ഇനിയിപ്പം അവിടെ ചെല്ലുമ്പം ഒരു സമയമാവുമല്ലോ. നിന്നെ കണ്ട് കൊതി തീർന്നില്ല. ചേച്ചി ഇനി അങ്ങോട്ട് വാ. മനുവേട്ടൻ എറണാകുളത്ത് നിന്ന് വരുമ്പോഴേക്കും ചേച്ചി അങ്ങോട്ടേക്ക് പോരെ. ഒരു ദിവസം രണ്ടുപേരും കൂടി അവിടെ സ്റ്റേ ചെയ്യാം. അയ്യോ, അതൊന്നും പറ്റില്ല. മനുവേട്ടൻ അങ്ങനൊന്നും നിൽക്കുന്നതില്ല. അല്ല, എന്തായി മനുവേട്ടൻ്റെ കാര്യമൊക്കെ? എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ? എന്ത് പ്രോഗ്രസ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് കരുതണ്ട. മനുവേട്ടൻ ചേച്ചിയെ കൊണ്ടേ പോവുള്ളൂ. അത് പറഞ്ഞപ്പോഴാ മിനിഞ്ഞ കുറച്ച് ദിവസം മുന്നേ മനുവേട്ടൻ എന്നോട് പറഞ്ഞു എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. ആണോ? ആഹാ, ലോട്ടറി അടിച്ചല്ലോ. അല്ല, ചേച്ചി എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനാ മോളെ, ഇവിടുത്തെ അവസ്ഥയൊക്കെ ഏതാണ്ട് നിനക്കറിയാലോ. ഞാൻ ഏത് നേരാ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരികയെന്ന് പറയാനൊക്കില്ല. ആകെപ്പാടെ താളം തെറ്റി കിടക്കുക. അതിനിടയിൽ ഇതും കൂടി തലയെടുത്ത് വെക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അതെന്ത് പണിയാ? മനുവേട്ടനെ പോലെ ഇത്ര ലുക്കുള്ള, ഇത്ര സ്വഭാവ മഹിമയുള്ള, ഇത്ര നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പം ആരെങ്കിലും അവോയ്ഡ് ചെയ്യുമോ? മോളെ, അത് മാത്രം നോക്കിയാൽ മതിയല്ലോ. നമ്മുടെ സാഹചര്യം കൂടി നോക്കണ്ടേ? ആ മനുവേട്ടൻ്റെ വീട്ടിലെ കാര്യമൊക്കെ മോക്കറിയാലോ. ആ കമലാൻ്റിയെക്കുറിച്ച് അയ്യോ എനിക്കറിയാം. ചേച്ചി ഇവിടെ വന്ന് പിടിച്ച് പുറത്താക്കിയ സ്ത്രീയല്ലേ? അതെ, അതുപോലെ ഒരാളുടെ വീട്ടിലേക്കൊക്കെ ഞാൻ എങ്ങനെ പോവാനാ? അത് മാത്രമല്ല, അവരുടെ മനസ്സമാധാനം കൂടി പോവും. ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയ പിന്നെയല്ലേ ഇവിടുത്തെ മനസ്സമാധാനം പോയത്. അതുപോലെ അവിടുത്തെ വേണ്ട. അവിടെ പോയി കുറേ നാൾ വീട്ടുജോലിക്കാരിൽ നിന്നപ്പോൾ തന്നെ അവരുടെ സ്വഭാവം ഏറെക്കുറെ എനിക്ക് മനസ്സിലായതാ. അതുകൊണ്ടാണ് ഞാൻ ഒന്നിനും അങ്ങോട്ട് പോസിറ്റീവ് പറയാത്തത്. ചേച്ചി അത് കാര്യമാക്കണ്ട. ചേച്ചി വിവാഹം കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്തേക്ക് പോവാലോ മനുവേട്ടൻ്റെ കൂടെ. പിന്നെ സന്തോഷമായിട്ട് അവിടെ ജീവിച്ചൂടെ എന്ന് പറയാണ്. അതിനൊക്കെ ഇനി സമയമുണ്ട് മോളെ. ഇവിടെ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ കല്യാണം മാത്രമല്ല ലക്ഷ്യം, വേറെയും ഒരുപാട് ലക്ഷ്യങ്ങളില്ലേ. അതെല്ലാം എനിക്ക് നേടിയെടുക്കണ്ടേ എന്ന് പറയാണ്. ആ, ഞാനൊന്നും പറയുന്നില്ല. അല്ലേച്ചി, വേറെ കാര്യം കൂടി ചോദിക്കട്ടെ? ശരണയുടെ കാര്യം എന്തായി? ചേച്ചി കാണാൻ പോയെന്നൊക്കെ പറഞ്ഞിട്ടോ? അതെ, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അത് മാത്രമല്ല, ആ കുട്ടിയുടെ എല്ലാ പഠന ചിലവും ഞാൻ ഏറ്റെടുത്തിരിക്കുക. ചേച്ചി എങ്ങനെ പൈസ ഉണ്ടാക്കാനാ? ഇവിടുന്ന് ഇപ്പോൾ എനിക്ക് മാസം ശമ്പളം ഉണ്ടല്ലോ, 30,000 രൂപ. അതുപോലെ തന്നെ എവിടെ പോയാലും എനിക്ക് ശമ്പളം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നടക്കുന്നു കരുതിയാ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തത്. ശരണയെ പഠിപ്പിച്ചോളാന്ന് ഞാൻ വാക്ക് കൊടുത്തു. അവൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് പഠിക്കട്ടെ എന്നും പറഞ്ഞു. ഇനി പാർട്ടിക്കാരുടെയും മറ്റാരുടെയും സംഭാവന സ്വീകരിക്കണ്ടെന്നും ഞാൻ അവരോട് പറഞ്ഞു. അത് കേട്ടപ്പം അവരുടെ വീട്ടുകാർക്കും വലിയ സന്തോഷമായി. ഇപ്പം ആ കുട്ടിയുടെ അവർക്കങ്ങനെ ദേഷ്യവും വഴക്കും ഒന്നുമില്ല. ആ സമയത്ത് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടുത്തെ അച്ഛൻ പറയാ 10-20 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തേക്കാം എന്ന്. അച്ഛനോട് ചോദിക്കാൻ ഒരു മടിയായിട്ട് നിൽക്കായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞത്. അതോടുകൂടി എനിക്ക് മനസ്സമാധാനമായി. അതാകുമ്പം അവൾക്ക് പഠിക്കാമല്ലോ, എത്ര ഉയരങ്ങളിലേക്കുള്ള എത്താലോ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അതെന്തായാലും നല്ല കാര്യം ചേച്ചി. ഞാനും പഠിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നല്ലേ. അത് മുടങ്ങിയപ്പം എനിക്ക് എന്തോരം സങ്കടം ഉണ്ടായി. ഇപ്പം വീണ്ടും ആ ദൈവങ്ങളുള്ളതുകൊണ്ട് എന്നെ പഠിപ്പിക്കുക. എൻ്റെ മാമച്ചനങ്ങളും എൻ്റെ ഗ്രേസാനിയും എന്നെ സ്വന്തം മോളെ പോലെയാ എന്നെ നോക്കുന്നത്. അതെന്തായാലും നിനക്ക് കിട്ടിയ ഭാഗ്യ. നമ്മുടെ പ്രജിതമ്മയ്ക്ക് ശേഷം നിന്നെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇവിടുത്തെ അച്ഛനും അതുപോലെയാ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. കൃഷ്ണമോളും ഇപ്പം പിന്നെ ബബിതയും രോഹിത്തും ഒക്കെ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മ കൂടി എന്നെങ്കിലും എന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് ഉറപ്പായെന്ന് അലീന പറയാണേ. ചേച്ചി, വേറൊരു കാര്യം അറിഞ്ഞോ? ആ ടോണി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയെന്ന് പറഞ്ഞില്ലേ? അതായത് ഷെറിൻ ചേച്ചിയുടെ ഹസ്ബൻഡ്. എന്നിട്ടോ ആ ചേട്ടൻ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ചോദിച്ചു എന്താ ബന്ധമെന്നൊക്കെ. അവസാനം നിവൃത്തിയില്ലാതെ ഞങ്ങളെ പറഞ്ഞുപോയി ഷെറിൻ ചേച്ചിയുടെ ആ കുഞ്ഞ് അവിടുത്തെ ചേട്ടൻ്റെ ആയിരുന്നു എന്ന്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ഒരുപാട് വിഷമത്തോടെയാണ് അവിടുന്ന് പോയതൊക്കെ. ആ കുഞ്ഞ് എവിടെയാണെന്ന് എന്തെങ്കിലും അറിവ് കിട്ടിയോ? ഇല്ല, അദ്ദേഹത്തിനും അറിയില്ല. ഷെറിൻ ചേച്ചിയുടെ അച്ഛനോ മറ്റാർക്കും കൊണ്ട് മാത്രമേ ആ സംഭവത്തെക്കുറിച്ചൊക്കെ അറിയുള്ളൂ. ആദ്യം വേറൊരു ഓർഫനേജിലായിരുന്നു. പിന്നെ ഷെറിൻ ചേച്ചി കൂടെ കാണുന്നതുകൊണ്ട് അവർ ആ ഓർഫനേജ് മാറ്റിയതാ. അപ്പോഴാ ആ ചേച്ചിയുടെ മാനസിക നില തെറ്റിപ്പോയത് എന്ന് പറയുന്നുണ്ട്. എങ്കിലും പാവമുണ്ടല്ലേ. നമ്മളെപ്പോലെയൊക്കെ വീണ്ടും ഒരു അനാഥ കുട്ടിയും കൂടെ ഇങ്ങനെ ഓരോരുത്തർ കാണിക്കുന്ന അഹങ്കാരത്തിൻ്റെ പിന്നാലെയല്ലേ നമ്മളെപ്പോലെ ഓരോ അനാഥ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്.
അച്ഛനില്ല അമ്മയില്ലാതെ എത്ര കഷ്ടപ്പെട്ടാ നമ്മളൊക്കെ വളർന്നു വരുന്നത്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന പഠിക്കാൻ സാധിക്കാതെ എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ട് നമ്മളല്ലേ, ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഓരോ കുഞ്ഞുങ്ങളും ഇങ്ങനല്ലേ അനാഥരാവുന്നത് എന്നൊക്കെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എന്നാ ശരി ചേച്ചി, ഞങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പം അങ്ങോട്ടേക്ക് ചെല്ലണം. മാമച്ചനങ്ങളുടെ ആ ചേച്ചി സഹോദരി ഇന്ന് വൈകുന്നേരം അങ്ങ് പോകും. താഴേക്ക് ചെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് വരാണ്. ഈ സമയം ഗ്രേസമ്മ ചോദിക്കുകയാണ്, രണ്ടുപേരും സംസാരിച്ചൊക്കെ കഴിഞ്ഞോ? അങ്ങനെ ഞങ്ങളുടെ സംസാരം തീരില്ല, പിന്നെ പോകണ്ടല്ലേ, അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം നിർത്തി അല്ലേ ചേച്ചി എന്ന് രേവതിക്കുട്ടി പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ വലിയ മനുഷ്യരാ, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ അത്രയും ആർക്കും ആകാൻ കഴിയില്ല. എന്താ ബാല അങ്ങനെ പറഞ്ഞത്? അത് വേറൊന്നുമല്ല, രേവതിക്കുട്ടിയെ പോലെ ഒരു കുട്ടീനെ നിങ്ങൾ അവിടുന്ന് ദത്തെടുത്ത് കൊണ്ടുവന്ന് ജോലിക്കാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. പക്ഷെ അതിനുശേഷം നിങ്ങളവളെ വളരെ പൊന്നുപോലെ നോക്കുന്നതെന്ന് എനിക്കറിയാം. സ്വന്തം മോളെപ്പോലെ പഠിക്കാനൊക്കെ അയച്ച് എൻ്റെ കാര്യമായിട്ടാ ആ കുട്ടിയെ നോക്കുന്നേ. അവളുടെ കണ്ണിനടുത്തുള്ളി വെള്ളം പോലും അതിനുശേഷം വന്നിട്ടില്ലെന്ന് അലീന പറഞ്ഞു. അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവളെ പൊന്നുപോലെയല്ലേ അവിടെ നോക്കുന്നത്. ദൈവം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇനി ഒരുപാട് പ്രതിഫലം അതിന് തരും. ദൈവം തന്നെ നേരിട്ടിറങ്ങി വന്ന പോലെയാണല്ലോ നിങ്ങൾ എന്ന് പറയാണ്. ഞങ്ങളുടെ മകൻ പോയതിനു ശേഷം ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താ ഇവളെ ഞങ്ങൾക്ക് കിട്ടിയത്. ആദ്യമൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പാടായിരുന്നു. ഇത്രയും ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇവള് ഞങ്ങളുടെ ഇളയ മോളാ, അങ്ങനെ ഞങ്ങളെ കണക്കാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രേസമ്മ പറയുന്നുണ്ട്, എങ്കിൽ ഞങ്ങളൊന്ന് പോയി വൈജയെ കണ്ടിട്ട് വരാം. അത് വേണോ? അങ്ങോട്ട് ചെന്നാൽ അവൾ കടിച്ചു കീറും. നിങ്ങൾക്കറിയാലോ ആദ്യത്തെ മര്യാദ എന്താണെന്നോ, വന്ന് കയറുന്നുണ്ടെങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ ഒന്നും അവൾക്കറിയില്ല. വീടിൻ്റെ മൊത്തം ചാടിക്കലും ദേഷ്യവും മാത്രം. അവൾ മാത്രമാണ് നല്ലവളെന്നാ അവളുടെ വിചാരം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാ അങ്ങോട്ടേക്ക് പോണോ? എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. വൈജ ഇതുപോലെ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞൊന്നിരിക്കുകയല്ലേ, കുറച്ചൊന്ന് സംസാരിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ബാലേന്ദ്രൻ അലയോട് പറയാണ്, ഷോ അത് വേണ്ടായിരുന്നു മോളെ, അവരെ കൂടി വെറുപ്പിച്ച് ഇനി അവൾ തിരിച്ചയക്കുള്ളൂ. സാറില്ലച്ചാ, അവർക്കത് മനസ്സിലാവും. അമ്മയുടെ സ്വഭാവം എന്താണെന്നുള്ളത് അവർക്കറിയാലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ഈ സമയം ഗ്രേസമ്മ പോയി വാതിൽ മുട്ടുന്നുണ്ട്. ഓ നാശം, ആരാണോ ഈ സമയത്ത് എന്നും പറഞ്ഞുകൊണ്ട് വൈജ വാതിലിന്റെ കുറ്റിയെടുത്തുള്ള ഡോർ തുറക്കുമ്പം ഗ്രേസമ്മയും രേവതിക്കുട്ടിയും നിൽക്കാണ്. ഞങ്ങൾക്ക് അകത്തോട്ടേക്ക് വരാവോ? ആ എന്നും പറയുമ്പോഴേക്കും ഗ്രേസമ്മയും രേവതിയും കൂടി അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്തിനാ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിത്? എൻ്റെ മനസ്സമാധാനോട് കളയാനാണോ? അവളൊരുത്തി ഉണ്ടല്ലോ, അവളെ കണ്ടങ്ങ് പോയാൽ പോരെ? ആ നാശത്തിനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോവോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ഗ്രേസമ്മ പറയുന്നുണ്ട്, ആ കൂട്ടത്തിൽ നിന്നും തന്നെ ഞങ്ങൾ ദത്തെടുത്ത കുട്ടിയാ ഈ രേവതിക്കുട്ടി. അവളെ ഞങ്ങൾ സ്വന്തം മോളെ പോലെ നോക്കുന്നത്. എൻ്റെ കാര്യമായിട്ടാ അവൾ ഞങ്ങളെ തിരിച്ചു നോക്കുന്നെന്ന് നിങ്ങൾക്കറിയോ? പിന്നെ അലിയുടെ മാത്രം എന്താ നിങ്ങൾക്ക് എത്ര വെറുപ്പ് എന്ന് ചോദിക്കാണ്. നിങ്ങളുടെ ഭർത്താവിൻ്റെ ആദ്യ അവിഹിതത്തിലുള്ള കുട്ടിയാണോ ഇത് എന്ന് ചോദിക്കുമ്പം ഗ്രേസമ്മ ഒന്ന് ഞെട്ടി രേവതിക്കുട്ടി നോക്കാണ്. അല്ലല്ലോ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാലേ അത് മനസ്സിലാവില്ല. എൻ്റെ ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യയുടെ മോളാ ഈ നിൽക്കുന്നവളെന്നാ പറച്ചില്. എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. എങ്കിലും അങ്ങനെയാണെങ്കിൽ അയാളെ ചതച്ചതല്ലേ. അതല്ല എന്നുണ്ടെങ്കിൽ അയാളൊരു പെണ്ണിനെ കണ്ടപ്പോൾ അയാൾക്കൊരു പുതുപ്പെണ്ണിനെ കെട്ടണം തോന്നിക്കാണും. അതായിരിക്കും കാര്യം. ഇങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെ അവളെ അക്സെപ്റ്റ് ചെയ്യും? അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവളെ അക്സെപ്റ്റ് ചെയ്യുന്നത് ആരും കരുതണ്ട. എല്ലാണും കണക്കാ, വിളഞ്ഞ വിത്തുകളാ. ആ പ്രജിത്താമമ്മി എന്ന് പറഞ്ഞ സാധനം എല്ലാത്തിനെയും വിഷം നിറച്ചല്ലേ പറഞ്ഞു അയച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എല്ലാവരെയും കോടീശ്വര കുടുംബത്തിലേക്കല്ലേ പറഞ്ഞു അയച്ചത്. അവിടെ ചെന്ന് ആരെങ്കിലും കണ്ണും കാലും കാണിച്ചാലേ അവർ മയങ്ങിക്കൊള്ളുമെന്ന് അവർക്ക് മനസ്സിലായി കാണും. അങ്ങനെ ഇഷ്ടമുള്ള സ്വത്തുക്കൾ കൈക്കാക്കാലോ, അതാണ് അവളുടെ ലക്ഷ്യം. രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചേച്ചി ഇവിടെ വന്ന് 30,000 രൂപയ്ക്കല്ലേ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു വേലക്കാരിപ്പോൾ തന്നെയല്ലേ ചേച്ചി ഇപ്പോഴും. പിന്നെ ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഹോ, അവളെക്കുറിച്ച് എങ്ങനെ പറയാതിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവൾ കൊല്ലപ്പള്ളിയിലേക്ക് വന്ന് കയറിന് ശേഷം അവിടുത്തെ എല്ലാ ദുരിതങ്ങൾക്കും കാരണം. ഹരിയെ പോലീസ് പിടിച്ചില്ലേ, ഇങ്ങോട്ടേക്ക് വന്ന് കയറി. പിന്നെ രോഹിത്തിനെ പോലീസ് പിടിച്ചു. ഞാൻ ആക്സിഡൻ്റ് ആയി. ആ ബാലേന്ദ്രൻ കിടപ്പിലായി, അറ്റാക്ക് വന്നു. എല്ലാം കൊണ്ടും പ്രശ്നം അവൾ വന്ന് കയറിയ പിന്നെയാ.
അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാനാവില്ല. ഈശ്വരൻ എന്തൊക്കെ വിധിച്ചേക്കുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി പറയാനാവോ? നടക്കേണ്ടതൊക്കെ അതാത് സമയത്ത് നടക്കും. അതല്ലാതെ ഒരാൾ വന്ന് കയറിയത് കൊണ്ടൊന്നുമല്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ, അതുകൊണ്ടാ. ഇവളെ പോലുള്ളവന്മാരെല്ലാം വന്ന് കയറിയാലേ ആ കുടുംബം മുടിഞ്ഞു പോകും എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഗ്രേസമ്മയും രേവതിക്കുട്ടി നിൽക്കാണ്. എന്നിട്ട് ഗ്രേസമ്മ പറയുന്നുണ്ട്, മാമച്ചായന് തീരെ സുഖമില്ല, അതുകൊണ്ടാണ് വരാഞ്ഞത്. ഞാൻ ചോദിച്ചില്ലല്ലോ, എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് ആരും എഴുന്നള്ളണ്ട, എനിക്കത് ഇഷ്ടമല്ല. അപ്പോഴേക്കും ഗ്രേസമ്മ പറയാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഓരോ പാസ്റ്റ് ഉണ്ടല്ലോ. അതിൽ നമ്മളെല്ലാവരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. പിന്നെ എന്തിനാ നമ്മൾ ഇപ്പോൾ ഉള്ളവരെ കുറ്റം പറയുന്നത്? അപ്പം വൈജി പറയാണ്, ഞാനേ നല്ല അന്തസ്സുള്ള തറവാട് ജനിച്ചവളാ. 3 ആങ്ങളമാർക്ക് ഒറ്റ പെങ്ങളാ. കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞ അത്രയും ഗംഭീരമായിട്ടുള്ള ആ ഒരു തറവാട്ടിലെ ഒരു പെൺതരിയാണ് ഞാൻ. എന്നിട്ട് എന്നെയാണ് ഈ അലീനയും ബാലനും കൂടി മര്യാദ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും ഈ വൈജനെ അതിന് കിട്ടില്ല. അതൊക്കെ അവരുടെ വെറും ചിന്തകൾ മാത്രാ. അവളോടൊന്ന് പറഞ്ഞു കൊടുത്തേരെ. ഇടയ്ക്ക് അവിടെ വന്നിട്ട് വരുമ്പോഴേ അവൾക്ക് ഇച്ചിരി വലിയ കൂടുതലാ എന്ന് പറയുന്നുണ്ട്. രേവതി പറയാണ്, ചേച്ചി ഒരിക്കലും അങ്ങനൊന്നും ആരോടും ബിഹേവ് ചെയ്യാറില്ല. ഇങ്ങോട്ടെങ്ങനെയാണോ തിരിച്ചു അങ്ങോട്ടാ. ചേച്ചി എല്ലാവരോടും വളരെ മാന്യമായിട്ട് പെരുമാറുന്നത്. ആരോടും ചേച്ചി ഇന്നവരെ അങ്ങനൊന്നും റോഡായിട്ട് പെരുമാറിയിട്ട് കൂടിയില്ല. ഓ ഇല്ലില്ല, ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും തറവാട്ടിലെ അന്തസ്സുള്ള ഒരു പെണ്ണ് ഇങ്ങനെ വഴി എഴുത്തി പിഴച്ച് പ്രസവിച്ചിട്ട് പോവോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവളും ഒരു പിഴച്ചവളാണെന്ന്. അപ്പോഴേക്കും ഗ്രേസമ്മ പറയാണ്, വൈജ ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. വലിയ തറവാട്ടിലെ പെമ്പിള്ളാരും ഇമ്മാതിരി പണിയൊക്കെ കാണിക്കും. അന്തസ്സും ആഭിജാത്യവും ഒക്കെ ഉള്ള തറവാട്ടിലെ പെമ്പിള്ളാരും ഇമ്മാതിരി ഓരോ പണി കാണിക്കാറുണ്ട്. പിഴച്ച് പ്രസവിച്ച് അതുങ്ങളെ കൊണ്ട് അനാഥാലയത്തിലാക്കാറുണ്ട്. അതുപോലെ അതുങ്ങൾ മരിച്ചു പോകാറുണ്ട്. അങ്ങനെ പല പല സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. എല്ലാവരും പാസ്റ്റിൽ ഇതുപോലെ ഓരോ കഥകളില്ലേ വൈജയന്തി എന്ന് ചോദിക്കുകയാണ്. ഗ്രേസമ്മയുടെ മുള്ളും മനയും വെച്ച ആ സംസാരത്തിൽ വൈജയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി. അവരെ തിരിഞ്ഞു നോക്കാണ്. അപ്പോഴേക്കും അലീന ആ പിഴച്ചവളെ കുറിച്ച് എന്തു പറഞ്ഞാലും എല്ലാവർക്കും 100 നാക്കാണല്ലോ. ഞാൻ പറഞ്ഞത് ശരി തന്നെയാ, അവളും അങ്ങനെ തന്നെയാ. അവളുടെ തള്ളയെപ്പോലെ തന്നെ പിഴച്ചവളാ. അപ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മിണ്ടിപ്പോവരുത് നിങ്ങൾ. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഏതോ പിഴച്ചോൾ കൊണ്ടവൾ തന്നെയാ ഈ അലീന. ആ പിഴച്ചോൾ ആരാണെന്ന് നിങ്ങൾക്കറിയോ? അത് നിങ്ങൾ തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് വൈജയ്ക്ക് നേരെ കഴിച്ചുകൊണ്ടുവാണ്. വൈജ ചാടി എഴുന്നേക്കുന്നുണ്ട്. ഗ്രേസമ്മ അപ്പോഴേക്കും രേവതിക്കുട്ടി എന്നും പറഞ്ഞ് തടയാൻ ശ്രമിക്കുമ്പോഴേക്കും, മിണ്ടാതിരി ആൻറ്റി, ഇവരുടെ അഹങ്കാരത്തിന് ഇവരുടെ ചരിത്രം എന്താണെന്ന് നമുക്കങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു രാക്ഷസിയായവർ എന്ന് പറയുന്നുണ്ട്. വൈജ ചോദിക്കുകയാണ്, നീ എന്താടി പറഞ്ഞത്? ഞാൻ പിഴച്ച് പ്രസവിച്ചവളാണെന്നോ? അതെ, ഞാൻ പറഞ്ഞത് ശരി തന്നെയാ. നിങ്ങളുടെ മകളാണ് അലീന. 23-24 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആഗ്രയിൽ പോയ കഥയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആഗ്ര ചരിത്രമൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും മറന്നിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വൈജ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്താ ഞെട്ടിപ്പോയോ? ഞാൻ പറഞ്ഞത് സത്യ. നിങ്ങളന്ന് ആഗ്രയിലേക്ക് പോയി അവിടെയുള്ളവരുടെ ലിവിങ് റിലേഷൻഷിപ്പിലായിരുന്നല്ലോ. അവിടെ വെച്ച് നിങ്ങൾ ഗർഭിണിയായതും തീർച്ചയായിട്ടും കൊണ്ടുവന്നതും നിങ്ങളെ പ്രസവിച്ചതും ആ കുഞ്ഞ് മരിച്ചുപോയി നിങ്ങളുടെ അച്ഛൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിട്ട് കട്ടിലിങ്ങനെ വൈകിയിരിക്കുകയാണേ. രേവതിക്കുട്ടി പറയുന്നുണ്ട്, എന്താ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തപ്പോൾ നിങ്ങൾ പേടിച്ച് വരച്ചു പോയോ? ഞാൻ പറഞ്ഞത് സത്യമാണ്. അന്ന് നിങ്ങളുടെ ആ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ല. നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് കള്ളം പറഞ്ഞതാ. ആ കുഞ്ഞിനെ നിങ്ങളുടെ അച്ഛനും കുഞ്ഞിരാമൻ നായരും കൂടെ കൂടിയിട്ട് അന്ന് സ്നേഹനികേതത്തില് പരിതാമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്. ആ കുട്ടിയെ വളർന്നു വലുതായി 23 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അമ്മയെ കാണാൻ ആഗ്രഹിച്ചു കുതിച്ച് ഓടി വന്ന എൻ്റെ അലീന ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ചോദിക്കാണ്, പറ ആരാ പിഴച്ചോള്? അലീന ചേച്ചിയാണോ അതോ നിങ്ങളാണോ? നിങ്ങൾ തന്നെയാ. നിങ്ങളെ പിഴച്ചു പറ്റോള്. എന്നിട്ട് കൂടുതൽ അന്തസ്സും ആഭിജാത്യമൊന്നും വിളമ്പണ്ട. നിങ്ങളുടെ കുടുംബമഹിമയൊന്നും പറയണ്ട. നിങ്ങളുടെ സ്വഭാവം എന്താണെന്നുള്ളത് ഞങ്ങൾ പലർക്കും അറിയാം. നിങ്ങൾ ആരായിരുന്നെന്നും നിങ്ങൾ എത്ര പേര് കേട്ട കേമിയായിരുന്നെന്നും ഞങ്ങൾക്കറിയാം. നിങ്ങളെപ്പോലെ ഒരുത്തിയെ ചുമക്കുന്നതിൻ്റെ പാടാണ് ബാലചന്ദ്രൻ സാറിനുള്ളത്. എല്ലാം മറച്ചു വെച്ച് അദ്ദേഹത്തെ നിങ്ങൾ ചതിക്കല്ലായിരുന്നോ? പാവമിന്റെ ചേച്ചിയുടെ 10-21 വർഷത്തെ ജീവിതമാണ് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞത്.
നിങ്ങളുടെ അഹങ്കാരം കൊണ്ടാ നിങ്ങളിതെല്ലാം സംഭവിപ്പിച്ചത്. നിങ്ങളുടെ മക്കൾ വഴിവഴിച്ച് പോകാൻ കാരണക്കാരിയും നിങ്ങൾ തന്നെയാ എന്നൊക്കെ പറയാണ്. എല്ലാം കേട്ടുകൊണ്ട് വൈജയ്ക്ക് മിണ്ടാൻ നിൽക്കുന്നില്ല. ഗ്രേസമ്മ രേവതിക്കുട്ടി മിണ്ടാതിരിക്കും, മതി, നീ എന്തൊക്കെയാ പറയുന്നേ? എല്ലാവരും കേൾക്കും, ബാലേന്ദ്രനും കേൾക്കും. കേൾക്കട്ടെ ആൻറ്റി, എല്ലാവരും കേൾക്കട്ടെ. ഇവർ അഹങ്കാരം അങ്ങനെയെങ്കിലും ഒന്ന് ക്ഷമിക്കട്ടെ. ഇവരെന്താ കരുതിയത്? ആർക്കും ഒന്നും അറിയില്ലെന്നോ? ഇവരെ മാത്രം എല്ലാവരും ഭയങ്കരമായിട്ടങ്ങ് വിശ്വസിച്ചിരിക്കുകയാണെന്നാ ഇവരുടെ വിചാരം. നിങ്ങൾക്കറിയോ തള്ളേ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ആങ്ങളമാർക്കും നിങ്ങളുടെ മനുവേട്ടനും അതുപോലെ കൃഷ്ണമോക്കും എല്ലാവർക്കും അറിയാം എന്നൊക്കെ പറയുന്നത് കേട്ട് നെഞ്ചു തകർന്ന് നിൽക്കുകയാണ് നമ്മുടെ വൈജ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാടി കടിക്കണോ അതോ ദേഷ്യപ്പെടണോ? എൻ്റെ അനിയൻ ചേച്ചിനെ എന്തെങ്കിലും പറയണോ? പറ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ കാണാം. മതി രേവതി, നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടീനെ പിടിച്ചു വലിക്കുമ്പോഴേക്കും രേവതി പറയാണ്, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഗ്രേസാൻറ്റി. അതെ, നിങ്ങൾ കുറെ ആയല്ലോ പറയുന്നു നിങ്ങൾ ഭയങ്കര സംഭവമാ, കൊല്ലപ്പള്ളിയിലെ ഭയങ്കര വില്ലത്തിയാ, നിങ്ങൾ വൈജിയാണ്, നിങ്ങൾ ഭയങ്കര സംഭവമാണെന്നൊക്കെ. നിങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് ഈ വീട്ടിലെ ഒരു പട്ടിയുടെ വില പോലും ഇല്ല, പുല്ല് വില പോലും ഇല്ല. നിങ്ങളുടെ മക്കള് ബാക്കി രണ്ടുപേരും കൂടി ഈ സത്യം അറിഞ്ഞാലേ നിങ്ങളെ കാർക്കിച്ച് തുപ്പി ഇവിടെ നാട്ടി ഓടിക്കും. അത്രയ്ക്ക് വെറുപ്പായിരിക്കും നിങ്ങളുടെ എല്ലാവർക്കും. എന്നിട്ട് നിങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് 23 വർഷമായിട്ട് പതിവ്രത ചമഞ്ഞുകൊണ്ട് ആ പാവം അങ്കിളിനെ പറ്റിക്കുകയല്ലേ? എല്ലാവരും അത് മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾ അടിച്ചിറക്കിക്കോളും. വലിയ പതിവ്രത വന്നിരിക്കുന്നു എൻ്റെ ചേച്ചിയെ പറയാൻ. എൻ്റെ മമ്മീനെയോ എൻ്റെ ചേച്ചി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടല്ലോ ശരിയാക്കും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടീനെ ഗ്രേസമ്മ അവിടുന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോവാണേ. അപ്പൊ അകത്തെ സൗണ്ടുകളൊന്നും പുറത്താരും എന്തെങ്കിലും കേട്ടില്ല. ഇതെല്ലാം കേട്ട് ആകെപ്പാടെ അടി കൊണ്ട പോലെ നമ്മുടെ വൈജ ഇങ്ങനെ ഇരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി വരുമ്പം അലിയെ ചോദിക്കുകയാണ്, എന്താ മോളെ, സംസാരിച്ചോ? രണ്ടുപേരും തമ്മിൽ അടിയൊന്നും കൂടിയില്ലല്ലോ. ഏയ് ഒന്നുമില്ല ചേച്ചി, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അതോടുകൂടി അവർക്ക് സമാധാനമായി. എന്ത് കാര്യങ്ങള്? ഏയ് ഒന്നുമില്ല മോളെ, ഞങ്ങളെങ്കിലും ഇറങ്ങട്ടെ, ഒത്തിരി താമസിച്ചു. ഞങ്ങളിനി അവിടെ വരെ ചെല്ലാനുള്ളതല്ലേ. ശരി ആൻറ്റി എന്ന് പറയാണ്. അങ്ങനെ രേവതിക്കുട്ടീനെയും ഗ്രേസമ്മേനെയും എല്ലാവരും ചേർന്ന് യാത്രയാക്കുന്നുണ്ട്. ബാലേന്ദ്രനും അതുപോലെ ബബിതയും കൃഷ്ണമോളും എല്ലാവരും ചേർന്ന് ഈ സമയം അവിടെ ടെറസിൽ നിന്നുകൊണ്ട് മറ്റേ ബാൽക്കണിൽ നിന്നുകൊണ്ട് രേവതിക്കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ രോഹിത്ത്. വണ്ടിയിൽ കയറാൻ നേരം തിരിഞ്ഞ് രോഹിത്തിനെ നോക്കുമ്പോഴേക്കും രോഹിത്ത് അവിടുന്ന് പതിയെ മാറിപ്പോവാണ്. അങ്ങനെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും കൂടി അവിടുന്ന് പോകുന്നുണ്ട്. ഗ്രേസമ്മ ചോദിക്കുകയാണ്, നീ എന്ത് പണിയാ കാണിച്ചത്? ആരും അറിയരുതെന്ന് പറഞ്ഞ കാര്യമില്ല. അതെല്ലാം അലീന ഇനി അതറിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കും. ഇതെങ്ങനെയാണെന്നെങ്കിൽ നേരത്തെ അലീനയ്ക്ക് പറയാമെന്നല്ലോ. പക്ഷെ അല്ലാതെ പറയാതിരിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു കാര്യമില്ലേ? പിന്നെ മോൾ എന്തിനത് വിളിച്ചു കൂവി പറഞ്ഞത്? ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും അവിടെ? എൻ്റെ അമ്മേ, ആരുടെ കാര്യങ്ങൾ ആരുടെ സമയത്ത് അറിയണം. ചേച്ചി പറയില്ല. എൻ്റെ ചേച്ചിയെക്കുറിച്ച് അവരെന്തൊക്കെ അനാവശ്യമാണ് പറഞ്ഞത്? നമുക്കറിയാലോ അവരുടെ സ്വഭാവം. എന്നിട്ട് ആർക്കൊന്നും അറിയില്ലെന്ന് കരുതി അവരെന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത്? അവരെന്ന് വെച്ചാൽ ഭയങ്കര സംഭവമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പറയാണ്. എങ്കിലും വേണ്ടായിരുന്നു. ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും മോളെ, എനിക്ക് ഓർത്തിട്ട് തന്നെ പേടിയാവുന്നു. അമ്മയൊന്നും മിണ്ടാതിരിക്കാമേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർ അഹങ്കാരത്തിന് നല്ല മറുപടി ഞാൻ കൊടുത്തത്. അത് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. അവരെന്തോ വലിയ സംഭവമാണെന്നാ അവരുടെ വിചാരം. അവർ അഹങ്കാരം ഇതോടുകൂടി അവസാനിക്കും. ഒരുപക്ഷെ ചേച്ചിയെ സ്നേഹിച്ചാലോ, ആരും അറിയാതെ ചേച്ചിയെ സ്നേഹിച്ചു തുടങ്ങിയാലോ, അതൊരു പോസിറ്റീവ് അല്ലേ? ആ പോസിറ്റീവ്. വൈജയങ്ങാട് അറിഞ്ഞെന്ന് ബാലെന്ന് അറിഞ്ഞാലേ എല്ലാം തീർന്നു. ഞാൻ ഇന്ന് സംസാരിച്ചപ്പോൾ കൂടി പറഞ്ഞതാ ഈ കാര്യം വൈജയെ അറിയിച്ചൂടേന്ന്. വൈജയങ്ങാണ് ഈ സത്യങ്ങൾ അറിഞ്ഞാല് ആ നിമിഷം ഡിവോഴ്സ് ചെയ്യുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞത്. അങ്ങനെ എങ്ങാണ് സംഭവിച്ചാല് അലീനയ്ക്ക് ജീവിതകാലത്ത് സമാധാനം കിട്ടുമോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അമ്മേ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ചേച്ചിനെ അവർ സ്നേഹിച്ചു തുടങ്ങിയാലോ? എന്തായാലും അലീനോട് നീ ഇപ്പോൾ ഈ കാര്യം പറയണ്ട. നമ്മൾ പറഞ്ഞൊന്നും പറയണ്ട. ചിലപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. ദേഷ്യപ്പെട്ടാലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. ഈ ഒരു സമയത്ത് അലീന ചായയുമായിട്ട് വൈജയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. വൈജ എപ്പോഴും ഒന്നും മിണ്ടാത്തതുകൊണ്ട് തന്നെ അവൾ ആ ടേബിളിലേക്ക് വെച്ചിട്ട് തിരിച്ചിറങ്ങി പോവാണ്. വൈജ മിണ്ടാതെ കരഞ്ഞുകൊണ്ട് മുഖം താഴ്ത്തിയിരിക്കുന്ന കാണുന്നുണ്ട്. എന്തെങ്കിലും ചോദിച്ചാല് കലിപ്പ് കയറി എന്തെങ്കിലുമൊക്കെ പറയല്ലോ, ദേഷ്യപ്പെടുമല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അലീന പുറത്തേക്ക് ഇറങ്ങി ഡോർ അടച്ചിട്ട് പോകുന്നുണ്ട്.
ഈ സമയം വൈജ തലകുണിച്ചിരുന്ന് കരയാണ്. രേവതിക്കുട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ? അവള് പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം സത്യമാണ്. എന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ, ആഗ്രയിൽ പോയതും സ്റ്റാൻലിയുമായി പ്രണയത്തിലായതും ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലേക്ക് മാറിയതും അവിടെ വെച്ച് ഗർഭിണിയായതും തിരിച്ചു വന്ന് പ്രസവിക്കാൻ പോയതും അവിടെ വെച്ച് കുഞ്ഞു മരിച്ചെന്ന് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ രേവതിക്കുട്ടി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ബാക്കിയായിട്ട് അവൾ പറഞ്ഞതും ശരിയായിരിക്കില്ലേ? എൻ്റെ അച്ഛൻ കുഞ്ഞ് മരിച്ചുപോയെന്ന് കള്ളം പറഞ്ഞതാണോ? ആ സ്നേഹനീയത്തിലെ പ്രജിത്താമ്മയുടെ കയ്യിലേക്ക് കൊടുത്തത് എൻ്റെ കുഞ്ഞിനെ ആയിരിക്കോ? ആ കുഞ്ഞാണോ അലീന? ഇതെല്ലാം ഓർത്തിട്ട് അവളുടെ തല പുകയുന്നുണ്ട്. ശരിക്കും എന്തായിരിക്കും സത്യം? അലീന എന്നെ സ്വന്തം മകൾ ആയിരിക്കോ? രേവതിക്കുട്ടി പറഞ്ഞ ശരിയാണോ? ഇങ്ങനെ ആലോചിച്ച് പിറുപിറുത്തുകൊണ്ട് ആ റൂമിൽ കൂടി അങ്ങോട്ടും നടക്കുകയാണ് വൈജ. ഇതിപ്പോൾ ആരോട് ചോദിക്കും? അലീനയോട് നേരിട്ട് ചോദിക്കാൻ കഴിയില്ല, ബാലനോട് ഒട്ടും കഴിയില്ല, ഈ വീട്ടിൽ ആരോടും പറ്റില്ല. പക്ഷെ രേവതിക്കുട്ടി പറഞ്ഞല്ലോ ശിവനും രാജീവനും ഒക്കെ അറിയാന്ന്, അവരോട് ചോദിച്ചു നോക്കിയാലോ എന്നൊക്കെ ഓർക്കാണ്. അങ്ങനെ വൈദ്യരുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. അലീന കൊണ്ടുവച്ച് ചായ എടുത്ത് അവൾ കുടിക്കാണ്. ആ സമയത്തെല്ലാം അലീനയുടെ മുഖവും രേവതിക്കുട്ടി പറഞ്ഞ കാര്യങ്ങളും മാറി മാറി അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ശരിക്കും അത് എൻ്റെ കുട്ടിയാണോ എന്നൊക്കെയുള്ള ഭയങ്കരമായ ആ ഒരു ചിന്തയിലേക്ക് ആഴ്ന്നിറങ്ങി പോവാണ് വൈജ. ഈ ഒരു സത്യം എന്താണെന്ന് അറിയാനായിട്ട് നാളെ തന്നെ കൊല്ലപ്പള്ളിക്ക് പോകണമെന്നുള്ള കാര്യങ്ങൾ വൈജ തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ കൊല്ലപ്പള്ളിയിലേക്ക് ഇപ്പൊ ശിവനും രാജീവനും ഒന്നുമില്ല. അവരെല്ലാവരും ഇപ്പോൾ ഗൾഫിലേക്ക് പോയിരിക്കുകയാണല്ലോ. അവിടെ അമ്മയുണ്ട്. അമ്മയോട് പോയിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന സംഭവം എന്താണെന്ന് ചോദിക്കാം എന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി മൊത്തം മനസ്സമാധാനം ഇല്ലാതെ ഉറങ്ങാതെ കഴിച്ചു കൂട്ടാണ് വൈജ. രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി വൈജ ഇറങ്ങുന്നുണ്ട്. ബബിലി ചോദിക്കാണ്, അമ്മ എവിടെ പോവാ? ഞാന് മുത്തശ്ശിയെ കാണാൻ കൊല്ലപ്പള്ളി വരെ പോവാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. കാറ് ബുക്ക് ചെയ്ത് നേരെ കൊല്ലപ്പള്ളിക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പം കമല ഉണ്ടായിരിക്കും. കമല ഓരോ കുത്തിത്തിരിപ്പും സംസാരമൊക്കെ അവിടെ നിൽക്കുമ്പോഴും വൈജ ഞാനൊന്ന് അമ്മയെ കാണട്ടെ എന്ന് പറയാണ്. വൈജ ഈ ലോകത്തെങ്ങും അല്ല കേട്ടോ, മനസ്സെല്ലാം വേറെ എങ്ങോ ആണ്. അങ്ങനെ ഡോർ ലോക്ക് ചെയ്തതിനു ശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി ഇരിക്കുന്നുണ്ട്. എന്താ വൈജേ, കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ട്, നിനക്ക് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ. അമ്മേ അതൊന്നുമല്ല, ഞാൻ അത്യാവശ്യ കാര്യം ചോദിക്കാൻ വേണ്ടിയാ വന്നത്. എന്താ മോളെ എന്ന് ചോദിക്കുമ്പം, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്ന് ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചില്ലേ, വിവാഹത്തിന് മുമ്പ് ആ കുഞ്ഞ് മരിച്ചു പോയിനല്ലേ അച്ഛൻ പറഞ്ഞത്, അത് ശരിയാണോ എന്ന് ചോദിക്കാണ്. മോളെ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാനും ആ കുട്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിന്റെ അച്ഛൻ പറഞ്ഞത് ആ കുഞ്ഞ് മരിച്ചു പോയെന്നാ. എന്താ മോളെ ഇപ്പൊ എന്താ അങ്ങനെ ചോദിക്കാൻ? ഈ 23 വർഷങ്ങൾക്ക് ശേഷം അതും അന്വേഷിച്ച് നീ എന്തിനാ ഇറങ്ങി തിരിച്ചത് എന്ന് ചോദിക്കാണ്. അത് പിന്നെ അമ്മേ എനിക്ക് ചെറിയൊരു സംശയം. എന്താ സംശയം? അല്ല ആ കുഞ്ഞൊന്ന് മരിച്ചു പോയോ, അച്ഛൻ കള്ളം പറഞ്ഞാണോന്നൊരു സംശയം. അച്ഛൻ കള്ളം പറയാനോ? എന്തിന്? ആ കുഞ്ഞിനെ കിട്ടിയാൽ നമ്മൾ വളർത്തില്ലേ? അല്ല എൻ്റെ ജീവനെ സേഫ് ആക്കാനായിട്ട്, എൻ്റെ വേറെ കല്യാണം നടക്കാനായിട്ട് ഇനി അച്ഛൻ അങ്ങനെ പറഞ്ഞതാണെങ്കിലോ, ആ കുട്ടീനെ വേറെ എവിടെയെങ്കിലും ഓർഫനേജിലേക്ക് കൊടുത്തെങ്കിലോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല മോളെ. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അച്ഛൻ മരിക്കാൻ സമയത്ത് മരിക്കാൻ കിടന്ന അച്ഛനെ അന്വേഷിച്ച് ആ സ്നേഹനികേതത്തിലെ പ്രജിതാമ്മ വന്നിരുന്നില്ലേ? അത് ശരിയാ, അതിനെക്കുറിച്ച് അമ്മയൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചപ്പോൾ എൻ്റെ അത്യാവശ്യ കാര്യമാണെന്നും പിന്നെ പറയാമെന്നും എന്നോട് പറഞ്ഞത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ല. അല്ല അതിനുശേഷം അച്ഛനെ വയ്യാവുന്ന സമയത്തും അവരെ കാണാനായിട്ട് സ്നേഹനികേതത്തിലേക്ക് പോവുകയും അലിനെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു. അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? അതെനിക്ക് അറിയില്ല മോളെ. അതിനുശേഷമല്ലേ പെട്ടെന്ന് അദ്ദേഹത്തിന് വയ്യാതായതും സംസാരിക്കാൻ പോലും ആകാതായതും. അതിനുശേഷം പിന്നെ അദ്ദേഹം മരണപ്പെട്ടും പോയില്ലേ? എന്തിനാ അങ്ങോട്ടേക്ക് പോയെന്നോ അവരെന്തിനാ വന്നേന്നോ ഒന്നും എനിക്കറിയില്ല. അത് പറയുന്നതിന് മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു പോയില്ലേ എന്ന് ചോദിക്കാണ്. എവിടെയൊക്കെയോ എന്തൊക്കെയോ എനിക്കൊരു സംശയം. അന്ന് എൻ്റെ കുഞ്ഞ് മരണപ്പെട്ടോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമാണ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതൊക്കെയുണ്ട്, എൻ്റെ മനസ്സിൽ കുറെ സംശയങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം എനിക്ക് തീർക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ പിന്നാലെ പിന്നെയും പോണോ മോളെ? ബാലേന്ദ്രൻ ഒന്നാമതേ അമ്മ എന്താ പറഞ്ഞു വന്നേ? അല്ല ബാലേന്ദ്രൻ ഒന്നാമത് ഇപ്പൊ പ്രശ്നങ്ങളല്ലേ, അതിന്റെ കൂട്ടത്തില് ഇതും കൂടി അറിഞ്ഞ പ്രശ്നമാവില്ലേ? അയാളൊന്നും അറിയാൻ പോകുന്നില്ല, അയാളത്തേക്കും ഡീസൻ്റ് ഒന്നും അല്ലല്ലോ. ആ അലീനയുടെ പിന്നാലെ നടക്കല്ലേ എന്ന് ചോദിക്കുമ്പം, നീ അങ്ങനൊന്നും പറയാതെ വൈജേ, നിന്റെ തെറ്റുകൾ നിനക്കും അറിയാലോ, പിന്നെ എന്തിനാ നീ അവനെ കുറ്റം പറഞ്ഞത് എന്ന് ചോദിക്കാണ്.
പക്ഷെ അമ്മേ, ഈ അലയുടെ കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട്. അത് അയാളുടെ മകൾ തന്നെയാണെന്ന് എനിക്ക് സംശയം. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, എൻ്റെ മനസ്സിൽ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ശരിയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനി എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങാൻ പോവാ. എത്രയും പെട്ടെന്ന് ഇതിന് സത്യാവസ്ഥ എനിക്കറിയണം എന്ന് പറയുന്നുണ്ട്. ദേ വൈജെ, പഴയ കാര്യങ്ങളെല്ലാം ചികഞ്ഞിറങ്ങിയിട്ട് അവസാനം നീ കുടുങ്ങി പോവരുത്. ബാലന്റെ മുമ്പിൽ പോയി പെട്ടുപോകരുത്. ആ ഒരു ഓർമ്മ നിനക്ക് വേണം. അത് സാരമില്ലമ്മേ, ഞാൻ നോക്കിക്കോളാം. എനിക്ക് കുറെ കാര്യങ്ങളിൽ സംശയമുണ്ട്, അതെല്ലാം തീർക്കണം എന്ന് പറയാണ്. അവിടുന്ന് കഥകിന്റെ കുച്ചിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പം കമല അവിടെ നിൽക്കുകയാണ്. കമല കൊണ്ടുവന്ന് ചായ കുടിക്കാണ്. വൈജ ചായ കുടിക്കുന്നുണ്ട്. അല്ല, വേറെ കാര്യം അറിഞ്ഞ വൈജ? എൻ്റെ മകൻ പറഞ്ഞ കാര്യം എന്താ? അല്ല, മനു പറയുവാ അലിനെ കെട്ടുകൊള്ളെന്ന്. അവൻ പോയി അവളോട് പറയുകയും ചെയ്തു, ഇനി വിവാഹം ഉണ്ടെങ്കിൽ അവളുടെ കൂടെ ഉള്ളെന്ന്. മനു അങ്ങനെ പറഞ്ഞോ? അതെ. അത് കേട്ടപ്പോഴേ എന്നെ ആകെപ്പാടെ അങ്ങ് വിറച്ചു പോയി. ശിവയോടൻ ഒരക്ഷരം പോലും മിണ്ടിയില്ല. അപ്പോഴേക്കും മനു പറയാ, അച്ഛനു സമ്മതമായിരിക്കും, എനിക്ക് അവളെ കല്യാണം കഴിക്കാനുള്ള അവകാശം ഉണ്ടെന്നാ അവൻ പറഞ്ഞത്. ഞാൻ കുറെ എതിർക്കാൻ നോക്കിയിട്ടും നടന്നില്ല. അലീനെ കയ്യും കാലും കാണിച്ച് എല്ലാവരെയും മയക്കുക. ഇതിപ്പോ അവളെ മാത്രമേ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവൻ നടക്കുക. എന്താ ചെയ്യേണ്ട വൈജി എനിക്കറിയില്ല. ആകെപ്പാടെ ടെൻഷനാ. ആ നാശം പിടിച്ചോളൊന്ന് കേറിയ പിന്നെ നമുക്ക് ആർക്കും ഒരു സമാധാനം ഇല്ലല്ലോ. നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ഒരു സമാധാനം ഇല്ല. അവൾ ഒറ്റയെടുത്ത് എല്ലാത്തിനും കാരണക്കാരി എന്നൊക്കെ പറയുമ്പോൾ വൈജ മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ലേ ചേച്ചി, ഞാൻ ആകെപ്പാടെ ഒരു മനപ്രയാസത്തിലാ. അതുകൊണ്ടാ നമുക്ക് ഈ കാര്യം പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചായ ഗ്ലാസ് വെച്ചിട്ട് പോകുന്നുണ്ട്. ഇവക്കിതെന്താ പറ്റിയേ? അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ അതിനെക്കുറിച്ച് കുറെ പറയേണ്ടതാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കമല അവിടെ നിൽക്കുകയാണ്. സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് വൈജ. ബാക്കി സ്റ്റോറീസൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്ത് ഹൈപ്പും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.